we can go to nitric acid. Nitric acid in the physical properties നമുക്ക് നോക്കാം. അതൊരു കളർലെസ് ലിക്വിഡ് ആണ്. സാധാരണ പ്യുവർ നൈട്രിക് ആസിഡ് ആണെങ്കിൽ കളർലെസ് ആയിരിക്കും. പക്ഷേ കുറച്ച് ദിവസം ഈ നൈട്രിക് ആസിഡ് തുറന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് യെല്ലോ ആയി മാറും. അതിനുള്ള കാരണം it is due to the presence of nitrogen dioxide NO2 as impurity. The impure nitric acid is generally yellow in color due to the presence of nitrogen dioxide as impurity. Nitric acid containing dissolved nitrogen dioxide is called fuming nitric acid. ഇപ്പോൾ fuming nitric acid എന്ന് പറഞ്ഞാൽ ഏതാ impure nitric acid. അതായത് nitric acid containing nitrogen dioxide as impurity. HNO3 സ്കിന്നിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ യെല്ലോ കളറായി മാറുകയും ചെയ്യും, പൊള്ളലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇറ്റ് ഈസ് കൊറോസീവ് ടു സ്കിന്നാണ്. നൈട്രിക് ആസിഡും അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും നോക്കാം. ഇപ്പം നൈട്രിക് ആസിഡ് ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് സ്മോൾ സ്കെയിലിൽ എങ്ങനെയാണ് നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സോഡിയം നൈട്രേറ്റ് NaNO3യും സൾഫ്യൂറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം NaHSO4 സോഡിയം ബൈസൾഫേറ്റും HNO3യും ഫോം ചെയ്യും. നമുക്ക് സാധാരണ ഇവിടെ പരീക്ഷയ്ക്ക് കൂടുതലായി ചോദിക്കാറ് ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആണ്. ആ പ്രോസസ്സിനൊരു പേര് പറയും, ഇറ്റ് ഇസ് കോൾഡ് ഓസ്റ്റ്വാൾസ് പ്രോസസ്. ഓസ്റ്റ്വാൾസ് പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓസ്റ്റ്വാൾസ് പ്രോസസ്സിൽ ആദ്യം അമോണിയയ്ക്ക് ഓക്സിഡേഷൻ നടന്ന് NO നൈട്രിക് ഓക്സൈഡും വാട്ടറുമായി മാറും. NH3+O2 gives NO+H2O. ഈ NO വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് NO2 ഫോം ചെയ്യും. NO+O2 gives NO2. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് NO2 റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗിവ് HNO3 ആൻഡ് NO. അപ്പോൾ നൈട്രിക് ആസിഡിൻ്റെ ഓസ്റ്റ്വാൾസ് പ്രോസസ് വഴിയുള്ള മാനുഫാക്ചർ ചോദിച്ചാൽ നമ്മൾ ഈ 3 ഇക്വേഷൻസ് പഠിച്ചാൽ അത് മാത്രം മതി. NH3+O2 gives NO+H2O, NO+O2 gives NO2, NO2+H2O gives HNO3+NO. Nitric acid can be concentrated to 68% by mass. Further concentration to 98% can be achieved by dehydration with concentrated sulfuric acid. Dehydration means removal of water. അപ്പോൾ dehydration നടത്തിയിട്ടുണ്ടെങ്കിൽ 98% HNO3 ക്യാൻ ബി പ്രിപ്പയർഡ്. ഇനി സ്ട്രക്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നൈട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ ബോണ്ട് ആംഗിൾ ഒന്നും ഓർമ്മ വെച്ചില്ലെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഒരു കളർലെസ് ലിക്വിഡാണ്. പ്ലേനാർ മോളിക്യൂൾ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്, strong acid in aqueous solution. It is a strong oxidizing agent. It acts on all metals except gold and platinum. Gold and platinum ഒഴികെ ബാക്കി എല്ലാ മെറ്റൽസുമായിട്ട് ആര് റിയാക്ട് ചെയ്യും? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യും. നെക്സ്റ്റ് ഇസ് റിയാക്ഷൻ വിത്ത് കോപ്പർ. കോപ്പർ ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കോപ്പർ നൈട്രേറ്റും നൈട്രിക് ഓക്സൈഡ് NOയും വാട്ടറുമാണ് ഫോം ചെയ്യുക. എന്നാൽ കോപ്പർ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ നൈട്രേറ്റും നൈട്രജൻ ഡയോക്സൈഡും വാട്ടറുമാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കോപ്പർ ഡൈലൂട്ട് നൈട്രിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രിക് ഓക്സൈഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രജൻ ഡയോക്സൈഡുമാണ് ഫോം ചെയ്യുക. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് രണ്ടിലും സെയിം തന്നെയാണ്, CuNO3 ട്വൈസും വാട്ടറും തന്നെയാണ്. പക്ഷേ അവിടെ ഫോം ചെയ്യുന്ന നൈട്രജൻ ഓക്സൈഡ്സ് ഡിഫറെൻ്റ്, അത് നമ്മൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കോപ്പർ റിയാക്ട്സ് വിത്ത് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ടു ഗിവ് NO, whereas copper react with concentrated nitric acid to give NO2. Next is reaction of zinc with nitric acid. Zinc reacts with dilute nitric acid to give zinc nitrate, water and N2O, nitrous oxide or laughing gas. Zinc react with concentrated nitric acid to give zinc nitrate, water and NO2. ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം, സിങ്ക് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം നൈട്രസ് ഓക്സൈഡ് ലാഫിംഗ് ഗ്യാസ് ഫോം ചെയ്യും.
എന്നാൽ സിങ്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് ആണ് ഫോം ചെയ്യുക. സിങ്ക് നൈട്രേറ്റും വാട്ടറും രണ്ടിലും ബൈ പ്രോഡക്റ്റ് സെയിം തന്നെ. അപ്പോൾ സിങ്ക് വെൻ ട്രീറ്റഡ് വിത്ത് ഡൈലൂട്ട് നൈട്രിക് ആസിഡ്, nitrous oxide laughing gas is produced. When zinc is treated with concentrated nitric acid, we get nitrogen dioxide. Next, some metals does not dissolve in concentrated nitric acid. Chromium, aluminum, etc. do not dissolve due to the formation of a passive film of oxide on the surface. അതായത് ചില മെറ്റൽസ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം ഈ മെറ്റൽ ഇപ്പോൾ അലുമിനിയം നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് Al2O3യുടെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് അതിൻ്റെ സർഫസിൽ ഫോം ചെയ്യും. അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെർദർ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില മെറ്റൽസ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യാത്തത്? അതിനുള്ള ആൻസർ എന്താ? ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് കോട്ടിംഗ് ഓൺ ഇറ്റ്സ് സർഫസ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഈ ചോദ്യം. നെക്സ്റ്റ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് എന്നാണ് ഇവിടെ എഴുതിയിട്ടില്ല. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് നോൺ മെറ്റൽസ് ആൻഡ് കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എന്ത് ഏജന്റാ? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത് അയഡിനെ അയഡിക് ആസിഡ് ആക്കി ഓക്സിഡൈസ് ചെയ്യും, കാർബണിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി ഓക്സിഡൈസ് ചെയ്യും, സൾഫറിനെ സൾഫ്യൂറിക് ആസിഡ് ആക്കി ഓക്സിഡൈസ് ചെയ്യും, ഫോസ്ഫറസിനെ ഫോസ്ഫോറിക് ആസിഡ് ആക്കി ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് is a good oxidizing agent. It oxidizes iodine to iodic acid, carbon to carbon dioxide, sulfur to sulfuric acid and phosphorus to phosphoric acid. ഇപ്പോൾ iodine I2 plus HNO3 gives HiO3 plus NO2 plus H2O. ഇനി C plus HNO3 gives CO2 plus H2O plus NO2. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റിയാക്ഷൻസിനകത്തും ബൈ പ്രോഡക്റ്റ് NO2ഉം H2Oയും തന്നെയാണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? I2 എന്തായി ഓക്സിഡൈസ് ചെയ്യപ്പെടും? HiO3 അയഡിക് ആസിഡ്. കാർബണിനെ എന്താക്കി ഓക്സിഡൈസ് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് CO2. സൾഫർ S8 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സൾഫറിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എന്താക്കി ഓക്സിഡൈസ് ചെയ്യും? H2SO4. ഫോസ്ഫറസ് P4 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. P4നെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എന്താക്കി ഓക്സിഡൈസ് ചെയ്യും? ഫോസ്ഫോറിക് ആസിഡ് H3PO4. നെക്സ്റ്റ് ഇസ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. നമ്മൾ ലാബിൽ നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്കീം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? സോൾട്ട് സൊല്യൂഷൻ, ഡബിൾ ദ വോള്യൂം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഷേക്ക് ചെയ്യാതെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞ്? ബ്രൗൺ റിംഗ് ഈസ് ഫോംഡ് അറ്റ് ദ ജംഗ്ഷൻ. അപ്പോൾ ആ ബ്രൗൺ റിംഗ് എങ്ങനെ ഫോം ചെയ്യണു? ആരെല്ലാം തമ്മിൽ റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുമ്പോഴാണ് ബ്രൗൺ റിംഗ് വരുന്നത് എന്നുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നൈട്രേറ്റിൻ്റെ സോൾട്ട് NO3 മൈനസ്, ഫെറസ് സൾഫേറ്റിൻ്റെ Fe2+, സൾഫ്യൂരിക് ആസിഡിൻ്റെ H+ ആണ് റിയാക്റ്റൻ്റ് കൊടുത്തേക്കുന്നത്. അപ്പം നൈട്രേറ്റ് സോൾട്ടിൻ്റെ NO3 മൈനസും ഫെറസ് സൾഫേറ്റിൻ്റെ Fe2+, സൾഫ്യൂരിക് ആസിഡിൻ്റെ H+ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തോ ഫോം ചെയ്തു? NO+, Fe2+, Fe3+ ആയി മാറി, പ്ലസ് വാട്ടർ ഫോം ചെയ്തു. FeH2O 6 times 2++ NO. അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തേക്കുന്ന FeH2O 6 times 2++ മോളിൽ ഫോം ചെയ്തേക്കുന്ന NO ഇല്ലേ, അതുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു FeH2O 5 times NO2+. അതാണ് ആ ബ്രൗൺ റിംഗ് ഫോം ചെയ്യുന്ന സാധനം. FeH2O 5 times NO2++ 2H2O. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ബ്രൗൺ റിംഗ് കളർ കൊടുക്കുന്നത് ബ്രൗൺ കളർ റിംഗ് ഫോർമേഷൻ അതിൻ്റെ കെമിസ്ട്രി ബിഹൈൻഡ് ദിസ് ചോദിക്കാറുണ്ട്. ഓർമ്മിച്ചിരിക്കുക. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് നൈട്രിക് ആസിഡ്. The manufacture of ammonium nitrate for fertilizers and nitrates for use in explosives and pyrotechnics. Pyrotechnics means heat ഉപയോഗിച്ചിട്ടുള്ള, അതായത് ഈ പടക്കം, ക്രാക്കേഴ്സ്, കളർഫുൾ ആയിട്ടുള്ള ക്രാക്കേഴ്സ് അല്ലേ ഈ ഉത്സവത്തിനൊക്കെ മുകളിലേക്ക് പോയിട്ട് കളറിൽ വരുന്നത്, അത് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്. മറ്റത് പ്രിപ്പറേഷൻ ഓഫ് നൈട്രോഗ്ലിസറിൻ
ട്രൈനൈട്രോടോളുവിൻ TNT എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് അതർ ഓർഗാനിക് നൈട്രോ കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് ഈസ് പിക്ലിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ഇച്ചിങ് ഓഫ് മെറ്റൽസ്. എന്താ ഈ പിക്ലിംഗ് ഓഫ് സ്റ്റീൽ എന്ന് വെച്ചാൽ, അതായത് ഈ സ്റ്റീലിൻ്റെ പുറത്തൊക്കെ റസ്റ്റ് തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തുരുമ്പിനെ കളയാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ എച്ചിങ് ഓഫ് മെറ്റൽസിലും ഇത് ഉപയോഗിക്കുന്ന നൈട്രിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ റോക്കറ്റ് ഫ്യൂവൽസിലൊക്കെ ഓക്സിഡൈസറായിട്ടും ആരും ഉപയോഗിക്കുന്നുണ്ട്, നൈട്രിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും എല്ലാം.